ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് കേട്ടോ. അപ്പോൾ 2 കഫ്താൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കഫ്താനാണിത്. ഇതും നമ്മൾ ടിൻറ്റു ചേച്ചി തയ്ച്ചത് തന്നെയാണ് എഫ് അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനായി തന്നെ തയ്ച്ചു തന്നു കേട്ടോ. പിന്നെ ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, 2 ദിവസം ഇങ്ങോട്ടാണ് എനിക്ക് തയ്ച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അന്ന് വൈകിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അത് വീഡിയോയുടെ ലൈറ്റ് കൊണ്ട് ഒരാൾ ചിരിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ സീനുമാണ് വണ്ടി ഓടിക്കണത്. എനിക്ക് കുറച്ച് റെസ്റ്റായി, കാരണം എനിക്കാണ് ഓടിക്കാറ്. അപ്പോൾ സീനു വന്നപ്പോൾ സീനുമാണ് ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിലേക്ക് ഇരുന്നു, അപ്പോൾ അത് ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ഞങ്ങളിത് സൂക്കിലേക്കാണ് ഫസ്റ്റ് ഡേ പോയത്. സൂക്കിൽ പോകുന്ന അദ്ദുന് ഇതുവരെയും അദ്ദുന് ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഞാൻ കൊണ്ടുപോയേക്കണം. അപ്പോൾ എന്ത് കാണാൻ പറ്റും? പക്ഷെ ഇപ്പോൾ കൊണ്ടുപോയാലേ കാര്യമുള്ളൂ എന്ന് എനിക്കറിയാം. മറ്റേ കിളികളും മറ്റേ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഇല്ലേ, അതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ സൂക്കി കൊണ്ടുപോയത്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഒന്നിനെയും പേടില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ പോയപ്പോൾ കിളികളെയും നമ്മളെ പട്ടി മുയൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ ആളാകെ പേടിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പേടിച്ചപ്പോൾ ഞാൻ ഇക്കാട് പറയാം ഒരു കിളിനെ വാങ്ങിച്ച് വയ്ക്കായിരുന്നു, കാരണം അത്ര കുറുമ്പനാ നോട്ടി പോയ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആൺകുട്ടികളാണ് കുറുമ്പുണ്ടാവും. എനിക്ക് ഇഷ്ടമാണ് കുറുമ്പും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും പറയണമല്ലോ, അവൻ കുറുമ്പെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറുമ്പുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ സൂക്കിൻ്റെ മെയിൻ ഒരു ട്രഡീഷണൽ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യമായിട്ട് എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്. ഒരു ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ പറയുന്നത് ഇടും. ഇപ്പം ഞാൻ അവിടെ ചീസും ന്യൂട്ടെല്ലയാണ് കണ്ടത്, എഗ്ഗും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ചീസും ന്യൂട്ടെല്ലയാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഞാൻ ചോദിച്ചവരടുത്ത് വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ നോ പ്രോബ്ലം എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എടുത്തതാട്ടാ. നല്ലൊരു എങ്ങനെ ചെയ്യണം, നമ്മൾ ഇതൊന്നും ശരിയാവുന്നാവില്ല. ഇത് ദോശമാവ് പോലെയാണ് ആ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇത് 2 നമ്മൾ പറഞ്ഞ്, ഒന്ന് ചീസും ഒന്ന് ന്യൂട്ടല്ല. അപ്പോൾ ന്യൂട്ടല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം. ചീസ് വെറുതെ കഴിക്കാൻ ഇഷ്ടം കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടല്ലയാണ്. അപ്പോൾ ന്യൂട്ടല്ല ഒരെണ്ണം, ചീസ് ഒരെണ്ണം, അങ്ങനെ നമ്മൾ 2 പറഞ്ഞിട്ട് ഒരു സൈഡിൽ പോയി അവിടെ ബെഞ്ചുകളുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വലിയ സൂക്കിൽ എന്ന് പറഞ്ഞാൽ കുറേ പണ്ടത്തായിട്ട് സംഭവം കാണിക്കണമെന്നുള്ളൂ. മെയിനായിട്ട് കിളികളെ കാണലാണ്. പിന്നെ ഈ ദോശ ചൂടലാണ് അടുത്തത്. അതും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. അപ്പോൾ ന്യൂട്ടല്ല അവർ ചുട്ട് കഴിഞ്ഞു. പിന്നെ ചീസാണ് ചുട്ടത്. അപ്പോൾ അതും അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തോട്ടേത്. പിന്നെ ഞാൻ വിട്ടുപോയി, കാരണം എന്ത് വിചാരിക്കുന്ന ആലോചിച്ചിട്ട്. അപ്പോൾ അവരിങ്ങോട്ട് പറയും വീഡിയോ എടുക്കണില്ലേ, എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഫതു അത് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഫതുവിൻ്റെ പരിപാടിയാണ്. നമ്മൾ കാതിക്കോട്, ഇക്കാടെ വീട് കാതിക്കോടാണ്, കൂളിമുട്ടം. അപ്പോൾ കാതിക്കോടത്തെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അവിടെ ഡാൻസാണ് ഫതുവിനുണ്ടായിരുന്നത്. പക്ഷേ ഫതുവിൻ്റെ പാട്ട് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കണോണ്ട് ഞാൻ ഡാൻസ് സ്പീഡിൽ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങോട്ടേക്കാണ് പോണ വഴിക്ക് ഗ്ലാസ് ചായ കുടിച്ച്, എനിക്കൊരു ചായക്കടന്ന് എപ്പോഴും ചായ നിർബന്ധമാണ് പോണ വഴിക്ക്. ആ ചായക്കടന്ന് കുടിച്ചിട്ട് എന്തോ പോലെയാണ്. പിന്നെ അവിടെ എത്തി ഫതു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, പിള്ളേരും ബഹളവും ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫതുവിന് ഡാൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ കാതിക്കോട് കൂട്ടായ്മ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ആ ഏരിയയിൽ നമ്മളിവിടെ ഉള്ളവർ തന്നെ ഒരുപാട് പേരെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, അറിയാത്തവരെ പരിചയപ്പെടാൻ പറ്റും, അറിയുന്നവരോട് സംസാരിക്കാൻ പറ്റും, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടിൽ പോയൊരു ഫീലാണ് നമുക്ക് ശരിക്കും ഉണ്ടാവുക. പിന്നെ ഫതുവിൻ്റെ ഡാൻസ് കണ്ട് കാണുന്നത് ആദ്യം റീൽസിൽ നിന്ന് കുറച്ച് ആൾക്ക് അറിയാവുന്നത് മാത്രം ആഡ് ചെയ്തിട്ട്, പിന്നെ അവൾ കളിക്കാറുള്ള മറ്റേ ഇതില്ലേ മേനപ്പായൽ, അതാണ് അവൾ കളിച്ചത്. ആ സോങ് കളിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിന് ഗിഫ്റ്റൊക്കെ കിട്ടി. അവിടെ നിന്ന് കളിച്ചവർക്കും പാടിയവർക്കും ഒക്കെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി, ഫതുവിനപ്പോൾ കിട്ടി. പിന്നെ എന്താ പറയുക, പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അതങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. പിന്നെന്താ പറയുക, കുറച്ച് ഡാൻസ് ഞാൻ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഇത്തിരി സ്പീഡിലാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ആ ഡ്രസ്സിൻ്റെ ചോദിച്ചിരുന്നു. അത് FQ കേട്ടോ, ടിൻറ്റു ചേച്ചിയുടെയാണ്. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കണ്ടാലോ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.